ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ EduOn Tech. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പറയുന്നത് എങ്ങനെയാണ് മാജിക് സ്ക്വയർ ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ്. മാജിക് സ്ക്വയർ എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായി വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക്. Let's see how to make a magic square. Magic square. There will be at least 9 squares. Example, 3 rows and 3 columns. Such kind of magic square is said to be of 3 into 3 order. Order shows the number of rows and columns present in the magic square. Magic square having 4 rows and 4 columns are of the order 4 into 4 and having 16 squares. Likewise, as order goes on, the increasing number of squares also increase. There are many different ways for making magic square. At present, one method for making magic square having odd order is staircase method. Above, right or left, 3 into 3, 5 into 5, 7 into 7, etc. belong to such order. These magic squares have 9, 25, 49, etc. squares respectively. Now, let's make the magic square of 3 into 3. We already discussed that 3 into 3 magic square has 3 rows and 3 columns. നമുക്കെല്ലാവർക്കും അറിയാം 3 into 3 മാജിക് സ്ക്വയർ പറയുമ്പോൾ 3 റോസും 3 കോളംസും ഉണ്ടാവുമെന്ന്. അതിൻ്റെ കുറേ റൂൾസ് ഉണ്ട് മാജിക് സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റൂളാണ് the number must be written in the middle column of topmost row. The number need not be begin from 1 itself, but consecutive natural number must be written. ആദ്യത്തെ സംഖ്യ ഏറ്റവും മുകളിലത്തെ റോയില് നടുക്കത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. ഞാൻ 1 എടുക്കണത്, നിങ്ങൾക്ക് 1 തന്നെ എടുക്കണം എന്നില്ല, ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷെ അത് തുടർച്ചയായ സംഖ്യ ആവണമെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായുള്ള 9 സംഖ്യകൾ, 9 സ്ക്വയേഴ്സ് ആണല്ലോ ഉള്ളത്, അതുകൊണ്ട് 9 സംഖ്യകൾ. ഞാൻ 1 എടുത്തു, 1 to 9 വരെ സംഖ്യകൾ ഉണ്ടാവും ഇതിൽ. The next number is to be written in the staircase position. It is above right, but in the case no boxes in above right, so it right in the bottom of next column as shown in the figure. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ സംഖ്യ സ്റ്റെയർ കേസ് പൊസിഷനിലാണ് എഴുതേണ്ടത് എന്ന് അറിയാലോ. അപ്പോൾ സ്റ്റെയർ കേസ് പൊസിഷൻ എന്ന് പറയുന്നത് എബവ് റൈറ്റ് ഓർ ലെഫ്റ്റ്. ഞാൻ ഇവിടെ റൈറ്റ് എടുക്കണത്. അപ്പോൾ റൈറ്റിൽ ഏറ്റവും അവിടെ ബോക്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഏറ്റവും ബോട്ടം ലെവലിൽ ഇവിടെയാണ് 2 എഴുതേണ്ടത്. 2 എഴുതി. ഇനി 3 എഴുതേണ്ടത് ഇതിൻ്റെ മേലത്തെ, ഇതിൻ്റെ തൊട്ടു മേലത്തെ റോയില് ഏറ്റവും എബവ് റൈറ്റിലാണ് എഴുതേണ്ടത്. The next number is to be written in above right. പക്ഷേ above റൈറ്റിൽ ബോക്സസ് ഈസ് നോട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റിലായിട്ട് ഇവിടെയാണ് 3 എന്നുള്ള സംഖ്യ എഴുതേണ്ടത്, അല്ലെങ്കിൽ മൂന്നാമത്തെ സംഖ്യ എഴുതേണ്ടത്. The boxes above right of 3 has filled already. Now the next number can be written in the just below 3. 3ൻ്റെ above റൈറ്റുള്ള സ്റ്റെയർ കേസ് പൊസിഷനിലുള്ള ബോക്സ് ഓൾറെഡി ഫിൽഡ് ആണ്. അതുകൊണ്ട് 4 എഴുതേണ്ടത് 3ൻ്റെ തൊട്ട് താഴത്ത് ഇവിടെയാണ് 4 എഴുതേണ്ടത്. നെക്സ്റ്റ് നമ്പർ ഈസ് റിട്ടൺ എബവ് റൈറ്റ് ഓഫ് 4 ആൻഡ് അടുത്ത സംഖ്യ എഴുതേണ്ടത് 4ൻ്റെ സ്റ്റെയർ കേസ് പൊസിഷൻ, അതായത് എബവ് റൈറ്റ് ആയിട്ട് ഇവിടെ 5 എഴുതി. ഇനി അടുത്ത സംഖ്യ ആൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് റിട്ടൺ എബവ് റൈറ്റ് ഓഫ് 5. 5ൻ്റെ സ്റ്റെയർ കേസ് പൊസിഷൻ എബവ് റൈറ്റ് 6.
ഇനി 6 കഴിഞ്ഞാൽ 7 എഴുതാൻ ബോക്സസ് അവൈലബിൾ അല്ല. എബവ് റൈറ്റിൽ ബോക്സസ് അവൈലബിൾ അല്ല. അതിൻ്റെ ബോട്ടം ലെവലിലും ബോക്സസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നേരെ തൊട്ട് താഴത്ത് 6ൻ്റെ തൊട്ട് താഴത്ത് 7 എഴുതാം. അത് കഴിഞ്ഞ് 8 എഴുതേണ്ടത് the next number is to be written in above right, but in the case also no boxes of in above right, so it right in the extreme left of the topmost row as shown in the figure. 7 കഴിഞ്ഞ അടുത്ത 8ാമത്തെ സംഖ്യ എഴുതേണ്ടത് എബവ് റൈറ്റിലാണ്. എബവ് റൈറ്റിൽ ബോക്സസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് എക്സ്ട്രീം ലെഫ്റ്റായ ഇവിടെയാണ് എഴുതേണ്ടത്. 8 എഴുതി. അടുത്ത സംഖ്യ 9. ഇവിടെ ഓൾറെഡി ബോക്സ് അവൈലബിൾ ആണ്, പക്ഷേ അതിന് റൂളുണ്ട്. The next number is to be written in the staircase position. It is above right, but in the case no boxes in above right, so it right in the bottom of next column as shown in the figure. Above right boxes available അല്ല, അതുകൊണ്ട് ഏറ്റവും ബോട്ടം ലെവലിൽ വന്നിട്ട് 9 എഴുതി. ബോക്സ് ഓൾറെഡി ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്, എന്നാലും അതിൻ്റെ റൂൾ അനുസരിച്ചിട്ട് എഴുതണം. സം നോക്കി നോക്കാം. 8 + 1 9, 9 + 6 15. അങ്ങനെ ഓരോ റോസിലും കോളത്തിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും 15 ആണ് ലഭിക്കുക. ഇങ്ങനെ കോണോട് കോണ് കൂട്ടുക, അതായത് കോർണർ ടു കോർണർ കൂട്ടിയാലും 15 ആണ് ലഭിക്കുക. സംശയമുള്ളവർക്ക് കൂട്ടി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 to 9 വരെയുള്ള സംഖ്യകളാണ്. അപ്പോൾ അതിൻ്റെ സമ്മ് പറയുന്നത് 15 ആണ്. ഇനി ഇതുപോലെ മറ്റ് സംഖ്യകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ 2 മോഡൽസ് കാണിക്കുന്നതാണ്. അടുത്ത സംഖ്യ 3 into 3 ബോക്സ് വന്നു. ഇനി ആദ്യത്തെ സംഖ്യ എഴുതേണ്ടത് എവിടെയെന്നാണ് പറഞ്ഞത്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് റോയില് മിഡിൽ കോളത്തിൽ 26 എഴുതി. 26 to 34 ആണ് ഞാനിവിടെ എടുക്കുന്നത്. 26 എഴുതി. അപ്പോൾ അടുത്ത സംഖ്യ 27 എബവ് റൈറ്റ്. അവിടെ ബോക്സസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് താഴത്ത് അവിടെ ബോട്ടം ലെവലിൽ 27. നെക്സ്റ്റ് സംഖ്യ 28. It is above right but no boxes available, so it is in extreme left. 28. 29. The box is already filled with 26, so 29 is written in the just below of 28. 28ൻ്റെ തൊട്ട് താഴത്താണ് അടുത്ത 29 എഴുതേണ്ടത്. കാരണം ഇവിടെ ബോക്സ് ഓൾറെഡി ഫിൽഡ് ആണല്ലോ. അതുകൊണ്ട് ഈ റൂൾസ് തന്നെയാണ് എല്ലാ 3 into 3 മാജിക് സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ. അത് വ്യത്യസ്ത സംഖ്യകളാകുമ്പോൾ സംഖ്യകൾക്ക് മാത്രം മാറ്റിയാൽ മതി. ഈ ഓർഡറിൽ തന്നെയാണ് എല്ലാതും എഴുതേണ്ടത്. അടുത്ത 30 എഴുതേണ്ടത് നേരത്തെ എഴുതിയത് എബവ് റൈറ്റിൽ ഇവിടെ. അടുത്ത 31 എബവ് റൈറ്റ് 31. 32 എഴുതാൻ എബവ് റൈറ്റിൽ ബോക്സസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് 32 എഴുതേണ്ടത് 31ൻ്റെ തൊട്ട് താഴത്ത് 32. 33യോ എബവ് റൈറ്റിൽ ബോക്സസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് എക്സ്ട്രീം ലെഫ്റ്റ് 33. 34 is in above right, there is no boxes available, so it is right in the bottom level 34. ഇനി ഇതിൻ്റെ സമ്മ് പറയുന്നത് 90 ആയിരിക്കും. 90. അതിനൊരു കാരണമുണ്ട്. ഇതിൻ്റെ 3 into 3 മാജിക് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ സംഖ്യ 30. ഈ 30 into 3 ഇറ്റ് ഗിവ്സ് 90. സമ്മ് കണ്ടെത്തുക. അപ്പോൾ സമ്മ് പറയുന്നത് 90. അവിടെ 90 കിട്ടി. എല്ലായിടത്തും 90 ആണ്. ഇനി അടുത്തത് മാതിരി ഞാൻ ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട്. അതിനെടുക്കുന്ന 106 to 114. 106 തൊട്ടിട്ട് 114 വരെയുള്ള സംഖ്യകൾ വെച്ചിട്ടാണ് അടുത്ത മാജിക് സ്ക്വയർ നിർമ്മിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സംഖ്യ എഴുതേണ്ടത് ടോപ്പ് മോസ്റ്റ് റോയിൽ മിഡിൽ കോളത്തിൽ. രണ്ടാമത്തെ സംഖ്യ എഴുതേണ്ടത് എബവ് റൈറ്റ്. അപ്പോൾ ബോക്സസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ബോട്ടം ലെവലിൽ എഴുതി. അടുത്ത സംഖ്യ എഴുതേണ്ടത് എബവ് റൈറ്റിൽ. അവിടെ ബോക്സസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് എക്സ്ട്രീം ലെഫ്റ്റ്. അടുത്ത സംഖ്യ എഴുതേണ്ടത് എബവ് റൈറ്റിൽ. അവിടെ ഓൾറെഡി ഫിൽഡ് ആണ്, അതുകൊണ്ട് തൊട്ട് താഴത്ത്. അപ്പോൾ 3 ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലെല്ലാറ്റിനും ഒരേ മാതൃകയിലാണ്. അപ്പോൾ നെക്സ്റ്റ് സംഖ്യ എഴുതേണ്ടത്
above right. അപ്പോൾ ഇവിടെ 110. നെക്സ്റ്റ് സംഖ്യ 111, അത് എഴുതേണ്ടത് above right എഴുതി. അടുത്തതിന് ബോക്സസ് അവൈലബിൾ അല്ല, അതുകൊണ്ട് തൊട്ട് താഴത്ത് 112. അടുത്ത സംഖ്യ above right, but there is no boxes available, so it right in the extreme left. 113 എഴുതി. ഇനി 114 എഴുതേണ്ടത് ഓൾറെഡി ബ്ലാങ്ക് അവൈലബിൾ ആണ്, ബ്ലാങ്ക് ബോക്സ് അവൈലബിൾ ആണ്. എന്നാലും അതിന് റൂൾ ഉണ്ട്. above റൈറ്റിൽ ബോട്ടം ലെവലിൽ എഴുതി 114. അപ്പോൾ ഇതിൻ്റെ സമ്മ എത്രയെന്ന് അറിയണ്ടേ? സമ്മ നടുക്കത്തെ സംഖ്യനെ 3 ഗുണിച്ചതാകുന്നു. അപ്പോൾ എത്ര? 330. 110 ഇൻറ്റു 3 330. അങ്ങനെ ഇത് 3 കൂടി കൂട്ടിയാൽ 330, ഇത് 3 കൂടി കൂട്ടിയാൽ 330, കോണോട് കോണ് കൂട്ടിയാൽ 330, അങ്ങനെ എങ്ങനെ കൂട്ടിയാലും 330 ഉത്തരം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത്. ഇനി മനസ്സിലാകാത്തവർ വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ റൂൾസ് മാത്രം ഒന്ന് വായിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകുന്നതാണ്. എല്ലാ 3x3 മാജിക് സ്ക്വയർസിനും ഇതേ റൂൾ തന്നെയാകുന്നു. ഏത് സംഖ്യ വെച്ചിട്ടും ഇതേ റൂളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് മുഹമ്മദ് അഫ്സൽ signing out. See you in next video.